എനിക്ക് ഇന്ന് തന്നെ നിറം വെച്ചേ പറ്റുമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഒരു വാശിപ്പുറത്തൊന്ന് ഇട്ട് നോക്കിയതാണ്. ഊരി നോക്കിയപ്പോൾ കണ്ട ആ ഒരു അത്ഭുതമാണ് നിങ്ങളും ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് പച്ചയായ സത്യമാണ്. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന ആ ഒരു സാധനം നിങ്ങൾ എവിടെയാണോ തേക്കുന്നത് അവിടെ നിങ്ങൾ അപ്പോൾ ബ്രൈറ്റ് ആവാന്ന് മാത്രമല്ല, ആ കിട്ടിയ നിറം പെർമനൻ്റ് ആയിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള സംഭവം വെച്ചിട്ടാണ് നമ്മളിത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതൊക്കെ എത്രമാത്രം സത്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഇത്രയും ബ്രൈറ്റ് ആക്കിയിട്ടുള്ള ആ ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആപ്പിളാണ്. നല്ല പഴുത്തിട്ടുള്ള ആപ്പിൾ എടുക്കാൻ നോക്കുക, ചെറുത് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തോല് കളയുക. തോല് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സിയിൽ കൊണ്ടുപോയി അടിച്ചെടുക്കാൻ നോക്കുക. നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. വെള്ളം വേണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാൽ ഒഴിച്ചിട്ട് മിക്സിയിൽ കൊണ്ടുപോയി കറക്കി അടിച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ആ കൂരൊക്കെ എടുത്ത് കളയണം. സോ നമുക്ക് അതിൽ നിന്ന് ഒരു ആപ്പിളിൽ നിന്ന് നമുക്ക് 3 ടീസ്പൂണേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ധാരാളം തന്നെയാണ്. സോ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് മുൾട്ടാനി മിൽട്ടി. ഇതുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആവും. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് മാത്രമല്ല, പെർമനൻ്റ് ആയിട്ടും നമുക്ക് മുൾട്ടാനി മിൽട്ടിനെ കൊണ്ട് ഉപകാരമുണ്ട്. അപ്പം ഞാൻ ഒരു 3 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫേസിനനുസരിച്ച് ഞാൻ എടുത്തുക്കണം. നിങ്ങൾക്ക് 3 ടീസ്പൂണോ 4 ടീസ്പൂണോ ആയിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ മുൾട്ടാനി മിൽട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പച്ചപ്പാലാണ് വേണ്ടത്. പച്ചപ്പാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ പറയുന്നത് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല പാലെടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ആ ഫേസ് പാക്ക് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ കൂടെ തന്നെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ടാൻ ഉള്ളവരാണെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ പാല് മാത്രം മതി. സോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ ഫ്രിഡ്ജിൽ എന്തായാലും കൊണ്ടുപോയി വെക്കണം. ഒരു തണുപ്പ് വേണം. തണുപ്പുണ്ടെങ്കിൽ നല്ല റിയൽ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റോ വെച്ചാൽ മതി. പിന്നെ ഫേസിൽ ഇടുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫേസിൻ്റെ കളർ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് എവിടെ വാച്ചാൽ ഇട്ട് കൊടുക്കാം. ഇന്ന് യാതൊരു ഡൗട്ടും വേണ്ട, എവിടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കറുത്തിരിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാം. യാതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ധൈര്യമായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ മാത്രം നിങ്ങൾ വെയിറ്റ് ആക്കിയാൽ മതി. കഴുത്തിൽ നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഊരിക്കളയാണ്. നിങ്ങൾ റിസൾട്ട് നല്ലോണം കണ്ണ് തുറന്ന് കണ്ടോളി. ഞാൻ പറഞ്ഞത് എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനേക്കാളും നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും അടിപൊളി റിസൾട്ടാണ് റിയലായിട്ട്. എങ്ങനെ എനിക്ക് എക്സ്പ്രഷൻ ഇടണമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം അടിപൊളി ഫേസ് പാക്കാണ്. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് മാത്രമല്ല, ഞാനിത് ഇട്ടിട്ട് ഒരു ദിവസം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു എത്രമാത്രം ഇത് നിൽക്കുന്നുണ്ട്. ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. അഫ്കോഴ്സ് ഇത് പെർമനൻ്റ് ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് പെർമനൻ്റ് ആണ്. ധൈര്യത്തിൽ നിങ്ങളിത് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇനി ഇതേ പറയാനുള്ളൂ. ഫേസ് പാക്ക് ഇടുന്നതിനുള്ള ആ ഒരു ഫേസും ഇട്ട ആ ഒരു ഫേസും കൂടി നിങ്ങൾ റിപ്പീറ്റ് ആയിട്ടൊന്ന് അടിച്ച് കാണണം. ഇനി എനിക്ക് നിങ്ങളോട് പച്ചയായ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ കണ്ടിരിക്കുന്ന ഈ ഒരു ബ്രൈറ്റ്നസ് യാതൊരു തരത്തിലും ഫിൽറ്ററോ ഫൗണ്ടേഷനോ വാട്ടർ പ്രൂഫ് ഫൗണ്ടേഷനോ ക്രീമോ ഒന്നുമല്ല. അത് ചെയ്യാൻ എനിക്കറിയാം, ഞാനത് ചെയ്തിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യം ഇല്ല. തൽക്കാലത്തിന് എനിക്കതിൻ്റെ ആവശ്യം ഇല്ല. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇനി അത്രയും ഡൗട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാനൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു തോർത്തും മുണ്ടുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒരതി തുടച്ച് വടിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പോരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കണ്ണ് തുറന്നൊന്ന് കാണട്ടെ. ആ കണ്ണ് കൃഷ്ണമണിയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ക്യാമറയ്ക്ക് തന്നെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒന്ന് വരുന്നുണ്ടോ എന്നുള്ളത്. ആ ഒരു നിറം തന്നെയല്ലേ ഇട്ട ഭാഗം നോക്കുക. നിറം കണ്ടോ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കഴുത്തിൻ്റെ നിറം വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. ഫിൽറ്റർ ആണെങ്കിലും ഇങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക ദയവ് ചെയ്തിട്ട്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇതിനി എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും പറഞ്ഞുതരാം. 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. രാവിലെ രാത്രി മുടങ്ങാതെ തേച്ച് കൊടുക്കണം. ഒരു 15 മിനിറ്റ് വെയിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നത് വരെ ബൈ.